ഗായ്സ്, ഇന്ന് വാപ്പിയും ഉമ്മയും ചെറിയ ബിസിയാണ്. അതുകൊണ്ട് ഇൻട്രോ ഞാൻ തന്നെ പറയാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കാശ്മീരിലെ സ്വന്തം ഡാൽ ലേക്കിലാണ്. കണ്ട, ഇതാണ് പ്രശ്നം. ഞാൻ വീഡിയോ എടുക്കണമെന്നപ്പോൾ എല്ലാവരും അവരവരുടെ തലയും കൊണ്ട് വന്നോളും പണ്ടാരും. ഇത് നിങ്ങൾ എന്താ വെച്ചാൽ അയക്കൂ. ചുമ്മാ മനുഷ്യ ഓറയെങ്കിലും തന്നെ മെനക്കെടുത്തി വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അവരവരുടെ തലയും കൊണ്ട് വരിക. അല്ല, വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ആരും വരത്തൂല്ല. ഞാൻ പണി നിങ്ങളായി നിങ്ങളെ പാടായി. ഇപ്പം എന്താ ഒരു വഴി? ഉറങ്ങുന്ന പോലെ അഭിനയിക്കാം, അതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ എനിക്ക് വലിയ റോള് തരൂല. ഉറക്കം പറഞ്ഞു. രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇറങ്ങിയത് എങ്ങോട്ടാണെന്ന് അറിയോ? അതെ, നമ്മൾ ദാൽ ലേക്കിലാണ്. ദാൽ ലേക്ക് പോണ വഴിക്ക് കാശ്മീരിൻ്റെ ആർക്കിടെക്ചറിനെ വെച്ചാണ് എനിക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമല്ല, അവിടുത്തെ കളറിങ്ങും അവരുടെ വീടിൻ്റെ രീതിയും എന്ത് രസമാണെന്നറിയോ കാശ്മീർ. നമ്മളങ്ങനെ രാവിലെ ഇവിടെ എത്തി. ഭയങ്കര തിരക്കായിരുന്നു. അത്യാവശ്യം നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ തിരക്കുണ്ടായിരുന്നു. എന്നാൽ മലയാളികളല്ലേ, നമ്മൾ ആ തിരക്കെല്ലാം മറികടന്ന് നമ്മൾ കയറിയിരിക്കും. അത് വാശിയിൽ തന്നെ നമ്മൾ നിന്നു. ആയിരക്കണക്കിന് ബോട്ടുകളുണ്ട് കേട്ടോ ഇവിടെ. അതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല, എന്തായാലും കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. നമ്മൾ വരുന്ന വഴി തന്നെ കണ്ടു. അപ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഞെട്ടിയായിരുന്നു. ഇത്രയും ബോട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇത്രയും ബോട്ട് കണ്ടപ്പോൾ ഒരു സമാധാനമായി. എന്തായാലും കയറാം, ഏതെങ്കിലുമൊക്കെ ബോട്ടിൽ പോവാം എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടായിരുന്നു. കുറേ നേരത്തെ തിക്കിനും തിരക്കിനും ശേഷം നമുക്ക് അങ്ങനെ ഒരു ഷിക്കാർ റൈഡ് സെറ്റായി ഗൈസ്. ഇതാണ് നമ്മുടെ ഷിക്കാർ റൈഡ് ഓടിക്കുന്ന ചേട്ടൻ. കാശ്മീരിലുള്ള പയ്യന്മാരൊക്കെ എന്ത് ലുക്കെന്നറിയോ? പെമ്പിളാരെ കുറ്റം കൊണ്ട് കാര്യമില്ല. ഷിക്കാര എന്ന് കേട്ടപ്പോൾ ആദ്യം നമ്മൾ കരുതിയത് ഒരു ചെറിയ വെള്ളമായിരിക്കും എന്നാണ്. 2 മിനിറ്റ് കറങ്ങി തിരിച്ചു വരാം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇത് വെറുമൊരു വെള്ളമല്ല, വെള്ളത്തിന് മേലൊരു ചെറിയ VIP യാത്ര തന്നെയാണ്. നമ്മൾ പതുക്കെ ഷിക്കാര അങ്ങ് കയറിയിരുന്നു, അത് മാത്രമേ ഓർമ്മയുള്ളൂ. ആദ്യത്തെ കുറച്ച് സമയം എല്ലാവരും നല്ല സീരിയസ് ആണ്. വാവ്, എന്തൊരു ഭംഗി, എന്തൊരു കാഴ്ച, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബ്രോ ഇനിയും ഇത് എത്ര നേരം ഉണ്ടാവും, അതാണ് ഈ യാത്രയുടെ പ്രത്യേകതയും. ആദ്യത്തെ 5 മിനിറ്റ് നമ്മൾ നാച്ചുറൽ ഓവർ ആയിരിക്കും. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നടക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കുക പോലുമില്ല. നമ്മൾ അതിലേക്ക് അങ്ങ് അരിഞ്ഞു ചേരും. ഷിക്കാര മുന്നോട്ട് പോകുമ്പോൾ ചുറ്റും ഹൗസ് ബോട്ട്സ്, ചെറിയ ചെറിയ വള്ളങ്ങൾ, ദൂരെയുള്ള മലനിരകൾ. സത്യത്തിൽ സിനിമയിൽ മാത്രം കണ്ടുള്ള ഒരു സീൻ പോലെയാണ് തോന്നുന്നത്. ഇവിടെ വന്ന് ക്യാമറ ഓൺ ആക്കിയാൽ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ക്യാമറ താഴെ വയ്ക്കാൻ തോന്നില്ല. ഒരു ഫോട്ടോ എടുക്കും, പിന്നെ മറ്റൊരു വീഡിയോ എടുക്കും, പിന്നെ സ്ലോ മോഷൻ എടുക്കും. അവസാനം വീട്ടിൽ എത്തിയെടുത്തൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ എപ്പോൾ എടുത്തു എന്നാവും ചിന്ത. ഇതിൻ്റെ ഇടയിൽ ചിക്കാരക്കാരൻ ചേട്ടൻ നമുക്ക് ഓരോ സ്ഥലങ്ങളും കാണിച്ചു തരുന്നുണ്ട്. ഫ്ലോട്ടിംഗ് മാർക്കറ്റൊക്കെ. മാർക്കറ്റിൽ പച്ചക്കറി പോയി വാങ്ങാറുണ്ട്. ഇത് വെള്ളത്തിൽ കൂടെ കൊണ്ടുവന്ന് പച്ചക്കറിയും ചായയെല്ലാം വിൽക്കുന്നു. ഇതിനിടയ്ക്ക് ഇമാം പറഞ്ഞു നമുക്ക് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് നോക്കിയാൽ ഡെലിവറി ബോയ് ചിക്കാരെ കൊണ്ടുവരുമോ നോക്കാൻ. പക്ഷെ തമാശ മാറ്റി വെച്ചാൽ ഡാൽ ലേക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ശാന്തത തന്നെയാണ്. വെള്ളത്തിലൂടെ ഷിക്കാര പതുക്കെ നീങ്ങുമ്പോൾ ചുറ്റും മലകൾ, തണുത്ത കാറ്റ്, വെള്ളത്തിലെ റിഫ്ലക്ഷൻസ്, അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ എത്ര ബിസി ആയിട്ടുള്ള ജീവിതം നയിച്ചാലും ഇങ്ങനെയുള്ള സ്ഥലത്തെത്തിയാൽ കുറച്ച് നേരത്തേക്ക് നമ്മളെല്ലാം മറന്ന് റിലാക്സ് ആവും. മൊബൈൽ കയ്യിലുണ്ടെങ്കിലും ഒരുപാട് നേരം അതിൽ നോക്കാൻ തോന്നില്ല. കാരണം ഫോണിൽ കാണുന്നതിനേക്കാൾ എത്രയോ ഭംഗിയുണ്ട് മുന്നിലുള്ള കാഴ്ചയ്ക്ക്. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ, ഷിക്കാറാണെന്ന് കേൾക്കുമ്പോൾ റൊമാൻറ്റിക് ആയിട്ടിരുന്ന് കാശ്മീർ സിനറി നോക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ കയറിയത്. പക്ഷേ ഫാമിലി കൂടെ ആണെങ്കിൽ ആ റൊമാൻസ് ഒക്കെ എപ്പോൾ പോയും ചോദിച്ചാൽ മതി. ഒരാൾ ഫോട്ടോ എടുക്കണം, ഒരാൾ വീഡിയോ എടുക്കണം, മറ്റൊരാൾ എൻ്റെ സൈഡ് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ കുഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി തിരിച്ചു പോരണ്ടേ എന്നൊരു ചോദ്യം മനസ്സിൽ വന്നെങ്കിലും തിരിച്ചു വരാൻ മനസ്സിലായിരുന്നു. കാരണം ഡാൽ ലേക്ക് കണ്ടു തീർക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല, അനുഭവിക്കാവുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഷിക്കാറിൽ പതുക്കെ അവസാനിക്കുകയാണ്. കുറച്ച് മണിക്കൂർ മാത്രമായിരുന്നെങ്കിലും ഈ യാത്രയിൽ ഏറ്റവും മനോഹരമായ മനസ്സിൽ നിൽക്കുന്ന മൊമെന്റ്സിലൊന്നും ഇതായിരിക്കും. കാശ്മീരിലേക്ക് വരുന്നവർക്ക് എൻ്റെ ഒരു ചെറിയ റെക്കമെൻഡേഷൻ ഉണ്ട്. ദാൽ ലേക്ക് ഷിക്കാർ റൈഡ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പണം കൊടുത്ത് വാങ്ങുന്ന റൈഡ് മാത്രമല്ല ഇത്. കുറച്ച് സമയത്ത് ഈ കാശ്മീരിന്റെ വെള്ളത്തിന്മേൽ ഒഴുകി നടക്കാനുള്ള ഒരു അവസരമാണ്. खुदा से मन्नत है मेरी, लौटा से जन्नत है मेरी, वो अमन वो चमन का नज़ारा, वो अमन वो चमन का नज़ारा, वो खुदाया लौटा दे कश्मीर दोबारा, ओ खुदाया लौटा दे ഓടി തളരണ്ട, ഓമനപ്പൂമുഖം വടിരണ്ട, ഓമനപ്പൂമുഖം പാടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തോരുമ നൽകാം. എന്നാശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോകിനോ, എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീയല്ലേ,
നിന്നെ അറിയാൻ നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ എന്നും എന്നും ഒരു പുഴയായി ചന്തയ്ക്ക് പോകുമ്പോൾ മികാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പലിക്കരി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടയില് നെയ്യുള്ള പിടയ്ക്കണ മീനാണ് ചടങ്ങവേ കിതാബിൽ കാണും മുന്താസിന്റെ പൈതലേ മുട്ടിപ്പട്ട് തഫമുട്ടും മുമ്പനെയും ഒരുങ്ങണ സർക്കാർ നടന്നാണ് താമരക്കുരുവിക്ക് ചട്ടമിട് തങ്കക്കിനാവിന് കമ്മലിട് അരിമുല്ല കൊളസിന് ഏലസിട് സുർമ കണ്ണുകൾ സൂര്യനിട് ജാസ് ജന്മത്തിൽ കുളിക്കില്ല കുളിച്ചാലോ പല്ലും തേക്കില്ല ജാസ് कश्मीर दुआरे